രാജമൗലിയുടെ സിനിമകൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ആളുകൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കും. ബ്രഹ്മാണ്ഡ ചിത്രങ്ങളാണ് വരാൻ പോകുന്നത്. ഓരോ ചിത്രത്തിലും ഭയങ്കര സംഭവങ്ങളായിരിക്കും പുള്ളി കാണിക്കുന്നത്. അതുപോലെ രാഷ്ട്രീയത്തിലെ ഒരു രാജമൗലിയാണ് ശശി തരൂർ. ബ്രഹ്മാണ്ഡ ഡയലോഗുകളുമായി അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് വരും. ഇടയ്ക്ക് കുറച്ചു കാലം ഈ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ, കേരളത്തിലെ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ വലിയ കുഴപ്പമില്ലായിരുന്നു. മോഡി ഭക്തിയൊക്കെ ചുരുട്ടി തിരഞ്ഞെടുപ്പിൽ സജീവമായി. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി മറ്റ് മന്ത്രിമാർക്ക് അധികാരമേറ്റപ്പോൾ വീണ്ടും ശശി തരൂർ രംഗപ്രവേശം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ശശി തരൂരിൻ്റെ പരാതി, ഡോക്ടർ ശശി തരൂരിൻ്റെ വലിയ പരാതി, പാർലമെൻറ്റിനെ നിരന്തരം സ്തംഭിപ്പിക്കുന്നതും അല്ലെങ്കിൽ മുടക്കുന്നതും ശരിയല്ല, ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തും. ഉടൻ തന്നെ ഇത് ശശി തരൂർ പറഞ്ഞ ഉടൻ തന്നെ കെ സി വേണുഗോപാൽ രംഗത്ത് വന്നു. ഇദ്ദേഹം BJPയുടെ മെഗാഫോൺ ആകരുത്, പാർലമെന്റ് തടസ്സപ്പെടുത്തണമോ, പാർലമെന്റ് എന്ത് ചെയ്യണോ എന്നുള്ളത് പാർലമെന്ററി പാർട്ടി ലീഡർമാരും പ്രതിപക്ഷ നേതാവും അതിൻ്റെ സീനിയർ നേതാക്കളും കൂടിയിരുന്ന് ആലോചിച്ച് തീരുമാനിക്കും. ശശി തരൂർ ഒരു കാരണവശാലും BJPയുടെ കുഴലൂതേണ്ട കാര്യമില്ല. BJPയുടെ മെഗാഫോണായി ശശി തരൂർ വരരുത് എന്ന് വളരെ കൃത്യമായി കെ സി വേണുഗോപാൽ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നല്ല രസമാണ്. അപ്പോൾ കൃത്യമാണ്. ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സർവതന്ത്ര സ്വതന്ത്രമായി അഭിപ്രായം പറയുകയും അതിൻ്റെ വരും വരായികളൊന്നും അദ്ദേഹം നോക്കുകയും ചെയ്യില്ല. ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം പറയും ഞാൻ രാജ്യത്തിന് വേണ്ടിയാണ്, കോൺഗ്രസിന് വേണ്ടിയാണെന്ന് പറയും. എന്നാലും ഒരു മോദി സ്തുതി, മോദി ഭക്തി ഉണ്ടോ എന്ന് തോന്നും. ഇതിനിടയിലാണ് നമ്മുടെ ചാണക്യൻ അമിത്ഷാ പാർലമെന്റിൽ വരാതെ ഒളിച്ചു കളിക്കുന്നത്. ചാണക്യനെ കുറിച്ച് വന്ന വലിയൊരു പോസിറ്റീവായ വാർത്ത, അദ്ദേഹം വിദേശ രാജ്യങ്ങളൊന്നും തന്നെ സന്ദർശിക്കാതെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം തുടർന്ന് രാഷ്ട്രീയ പ്രവർത്തനവും മന്ത്രി പദവിയൊക്കെ വഹിച്ച ഒരാളെന്നുള്ള നിലയിൽ അമിത്ഷായ്ക്ക് ഒരു പൊന്തു അല്ലെങ്കിൽ ഒരു പ്രശംസ വന്നിട്ടുണ്ട്. പക്ഷെ അത് വരുമ്പോഴും ഇദ്ദേഹം പാർലമെന്റിൽ വരാത്തതെന്തേ, വൈസ് പ്രസിഡന്റ് അടക്കം CP രാധാകൃഷ്ണൻ അടക്കം ചോദിക്കുന്നു, രാജ്യസഭയിൽ വരാത്തതെന്തേ, പാർലമെന്റിൽ വരാത്തതെന്തേ, മറുപടി കൊടുക്കാൻ ആഭ്യന്തരമന്ത്രി എവിടെ എന്നൊരു ചോദ്യം വളരെ കൃത്യമായിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ആഭ്യന്തര വകുപ്പ് സഹമന്ത്രി റിജ്ജു കിരണാണ് പലപ്പോഴും മറുപടി കൊടുക്കുന്നത്. റിജ്ജു കിരൺ മറുപടി കൊടുത്താൽ പോരാ, ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ മറുപടി കൊടുക്കണം എന്നുള്ള പാർലമെന്റ് അംഗങ്ങളുടെ ഡിമാൻഡ് അമിത്ഷാ മൈൻഡ് ചെയ്തിട്ടില്ല. എന്തായാലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അദ്ദേഹം പാർലമെന്റിൽ വരുന്നില്ല. വന്നാൽ തന്നെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നില്ല. അപ്പോൾ വളരെ രസകരമായിട്ടുള്ള ഒരു പാർലമെന്റ് സെക്ഷനാണ് നടക്കുന്നത്. ഒരു വശത്ത് പ്രതിപക്ഷത്തിൻ്റെ കൂടി ഇടപെടലുകൾ കൊണ്ട് പാർലമെന്റ് തടസ്സപ്പെടുന്നു, തുടർച്ചയായി നടക്കുന്നില്ല. നടക്കുമ്പോൾ തന്നെ ഇതുപോലത്തെ രീതികളാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഇന്ത്യൻ പാർലമെന്റിനെ ദുർബലപ്പെടുത്തുന്ന കാര്യങ്ങൾ ഒരു ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. പക്ഷേ അതിന് അങ്ങനെ പാടില്ല എന്ന് പറയുമ്പോൾ അതിനുള്ള സാഹചര്യം ഒരുക്കാതിരിക്കാൻ ഭരണപക്ഷവും ശ്രമിക്കണം. ഭരണപക്ഷം പ്രതിപക്ഷത്തിൻ്റെ ആവശ്യങ്ങളെ ഒരു പരിധി വരെയെങ്കിലും പരിഗണിച്ചുകൊണ്ടുള്ള രീതിയിലേക്ക് പോവുകയും സമ്പൂർണ്ണമായി പ്രതിപക്ഷം ചിലപ്പോൾ ചെറുതായിരിക്കും. ഇപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷം എടുത്തു കഴിഞ്ഞാൽ അവർ 102 മുമ്പിൽ അവർ 35 പേരേ ഉള്ളൂ. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാനുണ്ട് എന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടായി പോകും. അങ്ങനെ കണക്കാക്കാൻ പറ്റത്തില്ല. ഡെമോക്രസിയിൽ കുറച്ച് പേരേ ഉള്ളെങ്കിലും ജനാധിപത്യത്തിൽ ജനങ്ങളാണ് തിരഞ്ഞെടുത്തത്. ആ കുറച്ച് പേർ അവർ പ്രതിപക്ഷമെന്ന മഹനീയ സ്ഥാനം അലങ്കരിക്കുന്നവരാണ് എന്നുള്ള തിരിച്ചറിവിൽ അവരെയും കൂടി വിശ്വാസത്തിലെടുത്ത് പോകുന്ന, അവരെയും കൂടി പരസ്പര വിശ്വാസത്തിലെടുത്ത് പോകുന്ന, ഇപ്പം സർവകക്ഷി യോഗമൊക്കെ ചേർന്നിട്ടാണ് പലപ്പോഴും പാർലമെന്റ് കൂടുന്നത്. ഈ സർവകക്ഷി യോഗം എന്നൊക്കെ പറയുന്നത് ചായയും അണ്ടിപ്പരിപ്പും കേക്കും പഴവും കഴിച്ച് പിരിയാനുള്ളൊരു സ്ഥലമാകരുത്. അവിടെ ചില തീരുമാനങ്ങൾ എടുക്കണം, ചില സമവായങ്ങൾ പുറത്തു വെച്ച് വരേണ്ടതുണ്ട്. പാർലമെന്റിൽ ചർച്ചയ്ക്കുള്ള സ്ഥലമാണ്. അവിടെ കൃത്യമായ ചർച്ചകളാണ് നടക്കേണ്ടത്. അല്ലാതെ അവിടെ ബഹളമുണ്ടായി പാർലമെന്റ് സ്തംഭിച്ച് പരസ്പരം ഭരണപക്ഷവും പ്രതിപക്ഷവും പരസ്പരം മസിൽ പവർ കാണിച്ച് പോകുന്നത് ശരിയല്ല എന്നാണ് ശശി തരൂർ പറയുന്നത്. പക്ഷേ ശശി തരൂർ പറയുന്നതിനകത്തൊരു ന്യായമുണ്ട്. പക്ഷേ ശശി തരൂർ പറയുമ്പോഴുള്ളൊരു അന്യായം, ശശി തരൂർ കോൺഗ്രസിൽ നിന്നുകൊണ്ട് BJPയെ സപ്പോർട്ട് ചെയ്ത് പറയുന്നു എന്നുള്ളൊരു അന്യായവുമുണ്ട്. അപ്പോൾ ചില പരിമിതികളും ഉണ്ടെന്ന് ശശി തരൂർ തിരിച്ചറിയണം. ഒരു പാർട്ടിയിൽ നിൽക്കുമ്പോൾ മറ്റ് എതിർ പാർട്ടിയിലുള്ള ആളുകളെ നമ്മൾ ചെയ്യുന്ന തെറ്റാണെങ്കിൽ പോലും അതിനെ മറ്റവർക്ക് ഗുണകരമായ പൊളിറ്റിക്കൽ ആയുധമായി ഉപയോഗിക്കാൻ പ്രയോഗങ്ങൾ കൊണ്ടുവരരുത്. അപ്പോൾ പറയും കണ്ടോ ഇത് നിങ്ങൾ പറയുന്നത് അവർ കേട്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് വളരെ വലിയ പ്രതിസന്ധി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ശശി തരൂർ ഇപ്പോൾ വീണ്ടും ഗോളടിക്കുകയാണ്. രാജമൗലി ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ഡയലോഗുകൾ എന്താണെന്ന് നമുക്കറിയില്ല. ഇടയ്ക്ക് ഒരു ഘട്ടത്തിൽ വലിയ തോതിലാണ് മോദി ഭക്തി കാണിച്ച് BJPയിലേക്ക് പോകുമെന്ന് വരെയുള്ളൊരു സ്ഥിതി വന്നു. പക്ഷെ അതെല്ലാം മാറി, കൊടുങ്കാറ്റെല്ലാം പോയി, സാധാരണ ശീതളക്കാറ്റായി മാറി. ഇപ്പോൾ പക്ഷെ ശശി തരൂർ വീണ്ടും ആഞ്ഞടിച്ചിരിക്കുകയാണ്. ആഞ്ഞടിച്ചപ്പോൾ അതിന് അതേ നാണയത്തിൽ തന്നെ പ്രതിരോധിക്കാൻ KC വേണുഗോപാലും രംഗത്ത് നിന്നുള്ളതുകൊണ്ടതാണ് ദേശീയ രാഷ്ട്രീയം നൽകുന്ന പുതിയ പാഠം.